ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. കുറേ നാളുകളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ലെയർഡ് പിയേഴ്സിങ് ചെയ്യണം എന്നുള്ളത്. ഓൾറെഡി നിങ്ങൾ വിചാരിക്കും 3 ലെയർ ഉണ്ട്, എന്നിട്ട് എന്തിനാണ് ഇപ്പം പിന്നെയും പോയിട്ട് കുത്തുന്നത്? എന്തായാലും ഒരു പേഴ്സണൽ ചോയ്സ് ആണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്താ പറയുക, ചെവിയിൽ നിറച്ചു ഇങ്ങനെ എന്താ പറയുക കമ്മലൊക്കെ ഇട്ടിരിക്കണത്. അപ്പോൾ എന്താ പറയുക, ഇത് ചിലപ്പോൾ നമ്മൾ ഉമ്മാമ്മമാർ ഇട്ട് കണ്ടിട്ടുള്ള ഇതായിരിക്കും, അതുകൊണ്ടൊന്നല്ല കേട്ടോ, ഇതെൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടമാണ്. അങ്ങനെ നേരെ അവിടെ പോയി എൻ്റെ ഫ്രണ്ട് നിജിനെ കൂട്ടിയിട്ടായിരുന്നു പോയത്. അവിടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അൽഫല പ്ലാസയിൽ അവിടെയായിരുന്നു ഒരു ഷോപ്പ് കേട്ടോ. അങ്ങനെ അവിടെ പോയി ലിഡോക്കൈനൊക്കെ ഇട്ടു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്ന്. അങ്ങനെ എനിക്ക് എൻ്റെ മൈൻഡിലുള്ള പോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. എനിക്ക് ഈ ഒരു ലെയറാണ് ഇഷ്ടം, ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു, സെറ്റാക്കി. ഫസ്റ്റ് തന്നെ അവർ കുത്തിയ സമയത്ത് സത്യം പറഞ്ഞാൽ അധികം വേദന എനിക്ക് തോന്നിയില്ല, വലിയ കുഴപ്പമില്ലായിരുന്നു. ഇനി ലിഡോക്കൈൻ്റെ ടൈം കഴിഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല, ഈ ലോക്കൽ അനസ്തെറ്റിക് ആണല്ലോ, അപ്പോൾ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന്. ആ ടൈം കഴിഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ രണ്ടാമത്തെ കുത്തണ സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി ഗൈസ്, സത്യം പറഞ്ഞാൽ കിളി പോയി. കാരണം നല്ല പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ചെവിക്ക് ഇച്ചിരി കൂടി എന്താ പറയുക കട്ടിയുണ്ട്, അതുകൊണ്ടായിരിക്കും അത്ര ഒരു പെയിൻ എനിക്ക് തോന്നാൻ കാരണം. മൂന്നാമത് കുത്തിയ സമയത്ത് എനിക്ക് എന്താ പറയുക, ഈ രണ്ടാമത് കുത്തിയതിൻ്റെ അത്ര ഇല്ലെങ്കിലും ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. എന്തായാലും കുത്തിയിട്ട് കണ്ട ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. ആ കുത്തിയ പെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ ഇനി അത് എത്ര പെയിൻഫുൾ ആണെങ്കിലും നമ്മൾ സഹിച്ച് പിടിച്ച് നിന്ന് കുത്തി കഴിഞ്ഞിട്ട് നമ്മളത് കാണുമ്പോൾ, നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ഒരു ഭംഗി കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ള നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ എന്നെ കളിയാക്കായിരിക്കും, എന്നാലും നമ്മുടെ ഒരു ഭംഗി നമ്മൾ കണ്ണാടിലൊക്കെ കാണുമ്പോൾ ഭയങ്കര നൈസല്ലേ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ വിട്ടു. ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈവനിങ് ആയിരുന്നു. അപ്പം നല്ലൊരു ചായ കുടിച്ചു. മദീന സായത്തിലൊരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ നല്ലൊരു ചായ കുടിച്ചു. അതേപോലെ എന്താണ് പഴം നിറച്ചതുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇതാണ് നിജാട്ടോ. അങ്ങനെ പഴം നിറച്ചൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവരുടെ അടുത്ത് ഓർഡർ ചെയ്തത് ഒരു സ്പെഷ്യൽ, എനിക്ക് തോന്നുന്നു ഇത് കാസർഗോഡ് സ്പെഷ്യലാന്ന് പറഞ്ഞു. എന്താണ് ഗോളി ബജി എന്ന് പറഞ്ഞൊരു സംഭവം. ഞാൻ കഴിച്ചതിന് ശേഷമാണ് ആക്ച്വലി അതിങ്ങനെ എന്താണ് ചട്നിയിലൊക്കെ സോക്ക് ചെയ്തിട്ടായിരുന്നു ഉള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു, അടിപൊളിയായി. ഈ ഒരു കുത്തിയ സന്തോഷം എനിക്ക് ഇപ്പോഴും ഉണ്ട്, അടിപൊളിയാണ് സംഭവം. എന്നാൽ അവിടെ നിന്ന് ഞങ്ങൾ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഞാനും അവളും നേരെ റൂമിലേക്ക് പോയി. പിന്നെ കാണാം കേട്ടോ. ബൈ.